ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. രേവതിയുടെ മുഖത്തേക്ക് വളകളെല്ലാം എറിഞ്ഞു കൊടുത്തതിന് ശേഷമാണല്ലോ ചന്ദ്ര റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സച്ചിയും അതുപോലെ വർഷയുണ്ട്. രേവതി കരയുന്നത് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനായി കിടന്ന് കരയുന്നത്? പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെയാണല്ലോ വളയെല്ലാം എടുത്തിട്ട് എന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പോയത്. അല്ലെങ്കിൽ രേവതി, അമ്മ എപ്പോഴെങ്കിലും അമ്മ തെറ്റ് ചെയ്തതായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് ശരി രേവതി ചേച്ചി. ആന്റി എല്ലാവരുടെ മുമ്പിലും പിടിക്കപ്പെട്ടില്ലേ? അതുമാത്രമല്ല, അങ്കിളാണെന്നുണ്ടെങ്കിൽ ആന്റിയുടെ അടുത്ത് സംസാരിക്കില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. അത് ആന്റിക്ക് എംബാരസിംഗ് ആയി. ആ ദേഷ്യമാണ് രേവതി ചേച്ചിന് നേർക്ക് തീർത്തത്. അതിന് ഞാൻ മാത്രമേ കിട്ടിയുള്ളൂ വർഷയെന്ന് രേവതി തിരിച്ചു ചോദിക്കുമ്പോഴേക്കും, നീ മാത്രമാണല്ലോ അവരുടെ നിന്ന് ചീത്തവിളി മൊത്തം കേട്ട് പേടിച്ചു വെക്കുന്നത്. ഇത് നോക്ക് വർഷേ, നിന്റെ മേൽ ഒരു തെറ്റുമില്ലാതെ എന്റെ അമ്മ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? എന്റെ മേല് തെറ്റില്ലാതെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് നന്നായിട്ട് കൊടുക്കും. കേട്ടല്ലോ രേവതി, മറ്റാരെയും ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് നിന്റെ നെഞ്ചത്ത് കയറി പോയിരിക്കുന്നത്. തുടർന്ന് വർഷ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ബാമാൻറ്റിയെ കൂട്ടിക്കൊണ്ട് വന്നതെന്നാണ്. ബാമാൻറ്റി അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ബാമാൻറ്റിയെ ഇപ്പൊ കൂട്ടിക്കൊണ്ടു വന്നത് കൊണ്ടാണ് കുറച്ചുകൂടി പ്രശ്നം വഷളായത്. വർഷേ, അമ്മ കഥക് തുറന്ന് പുറത്തു വന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാമാൻറ്റി വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുറത്ത് വരുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് രേവതി പറയുമ്പോ, ഒന്ന് പോ രേവതി ചേച്ചി, ആന്റി ഉറങ്ങി എഴുന്നേറ്റ് വിശക്കുന്ന സമയത്ത് പുറത്തേക്ക് വന്നോളുമായിരുന്നു. നീ കൊള്ളാലോ വർഷേ, വന്ന് കുറച്ചു നാളിനുള്ളിൽ തന്നെ എന്റെ അമ്മയെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. കേട്ടല്ലോ രേവതി, ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വിട്ടേക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. സച്ചിയേട്ടാ, പ്രശ്നം ഇത്രയും വഷളാവുന്നുള്ള കാര്യം തനിക്ക് എങ്ങനെ അറിയാന്നാണ് രേവതി ചോദിക്കുന്നത്. ആക്ച്വലി ഈ കാര്യത്തിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് സുധിയേട്ടനാണ്. ശ്രുതി ചേച്ചി അവരുടെ തെറ്റുകളെല്ലാം പൊറുത്തു. പക്ഷേ അങ്കിൾ എന്തിനാണ് ഇത്രയും ദേഷ്യമായിട്ട് ഇരിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവാത്തതെന്ന് വർഷ പറയുമ്പോ, അച്ഛന് സ്വയം മര്യാദ കൂടുതലാണ്. എത്ര നാളെന്ന് വെച്ചിട്ടാണ് അച്ഛൻ മിണ്ടാതിരിക്കുന്നത്? സച്ചിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് മട്ടിൽ തലയാട്ടുന്നുണ്ട് വർഷ. ഇനി അമ്മയുടെ അടുത്ത് അച്ഛൻ സംസാരിക്കില്ലേ? അങ്ങനെയാണ് തോന്നുന്നു രേവതി. സച്ചിൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കേ, എന്നിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ. എന്തായാലും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. രേവതി ചേച്ചി, ഇത് അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിലുള്ള പ്രശ്നമാണ്. ഇതില് നമ്മളാരും തലയിടരുതെന്നാണ് എന്റെ അഭിപ്രായം എന്ന് കരുതിയിട്ട് വർഷ അവർ രണ്ടുപേരും സംസാരിക്കാതിരിക്കുന്നത് കാണുമ്പോ നമുക്ക് നോക്കി നിൽക്കാൻ വേണ്ടി പറ്റുമോ? ഞാനും സച്ചേട്ടനും അതുപോലെ ശ്രീകാന്തും വർഷയൊക്കെ സംസാരിക്കാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാല് അതെല്ലാം നോക്കി ചുമ്മാതിരിക്കുമോ അച്ഛനും അമ്മയും? രേവതി, ഞാനും നീയും സംസാരിക്കാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അമ്മ ചുമ്മാതിരിക്കില്ല, നല്ല സന്തോഷമായിട്ടിരിക്കും. സച്ചിയേട്ട, എന്തൊക്കെയാണെങ്കിലും അച്ഛന് സങ്കടമാവില്ലേ? എന്താ കാര്യം എന്ന് സച്ചിയേട്ടൻ്റെ അടുത്ത് വന്ന് ചോദിക്കില്ലേ? അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുന്നത് കാണുമ്പോ അപ്പൊ നമ്മളല്ലേ ചെന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അത് ശരിയാക്കേണ്ടത്? രേവതി ചേച്ചി, എന്റെ ഒരു അഭിപ്രായത്തില് അവർ രണ്ടുപേരും അങ്ങനെ അങ്ങ് വിടുന്നതാ നല്ലത്. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ തന്നെ പ്രശ്നങ്ങൾ പാതി തീരും. അവരുടെ ഇഷ്യൂ അവര് തന്നെ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ ഉള്ളിലേക്ക് കയറി പോവാണ്. വർഷ പറയുന്നത് കേൾക്കുമ്പോ, കേട്ടല്ലോ ആ പെണ്ണ് പറഞ്ഞിട്ട് പോകുന്നത് അവള് കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. നീ വീണ്ടും ഇതിനകത്ത് പോയി ഇടപെട്ടിട്ട് വെറുതെ വാങ്ങി കെട്ടിക്കാൻ വേണ്ടി നിൽക്കേണ്ട രേവതി, എനിക്ക് അത്രയും പറയാനുള്ളതെന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോവാണേ. തുടർന്ന് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ മനസ്സ് ശരിയല്ല എന്ന് പറഞ്ഞ് ബാമയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അമ്പലത്തിൽ തൊഴുതൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ചന്ദ്രേ, നീ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കണമായിരുന്നു എന്ന് ബാമ പറയുന്ന സമയത്ത്, നീ എന്താ സമാധാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്? രവിയേട്ടൻ പറഞ്ഞതുപോലെ ആ പൂക്കെട്ടവളിനടുത്ത് വാമ്പ് പറയണമെന്നാണോ? പറഞ്ഞാൽ എന്താ ചന്ദ്രേ? നീ എന്താ ബാമ പറഞ്ഞത്? അല്ല, നീ നിന്റെ സുധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിന്റെ പേരിൽ പഴി ചാർത്തിയില്ലായിരുന്നോ? പിന്നെ വലിയ റോയൽ കുടുംബമല്ലേ പഴി ചാരാൻ വേണ്ടിയിട്ട്? അവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിന്റെ അടുത്ത് രവിയേട്ടൻ സംസാരിക്കൂ എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? എന്ന് കരുതിയിട്ട് ഞാൻ അവളുടെ അടുത്ത് മാപ്പ് പോയി പറയണോ? അങ്ങനെ പറഞ്ഞാൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്നുള്ള കാര്യം ഇനി പറഞ്ഞാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവര് എന്റെ അടുത്ത് സംസാരിക്കണ്ട. ചന്ദ്രയുടെ ആ സംസാരം കേട്ട ബാമയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഒരു തെറ്റ് ചെയ്തിട്ട് ഇവളെ കൊണ്ട് എങ്ങനെയാണ് തെറ്റ് ചെയ്യാത്തതുപോലെ നടക്കാൻ വേണ്ടി പറ്റുന്നതാവോ? രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇങ്ങനെ നടക്കുവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹിമ വരുന്നത്. മഹിമയെ കാണുമ്പോഴേക്കും ചന്ദ്രയും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. എന്താ മഹിമയെ, സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, ആ സുഖാണ്. ചന്ദ്ര, നീ എങ്ങനെ ഇരിക്കുന്നു? ആ, അങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയണേ. അതെന്ത് പറ്റി അങ്ങനെ പറഞ്ഞത്? മുഖവും ശരിയല്ലല്ലോ. വീട്ടില് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്? ഏയ്, അതൊന്നുമില്ല. ഇപ്പൊ ഈയിടെയായിട്ട് വർഷയാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒന്നും പറയാറുമില്ല. അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ മഹിമ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല, ചന്ദ്രയുടെ കൈ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് അർച്ചന ചെയ്തതാണ്. പ്രസാദം എടുത്തോളൂ എന്ന് പറയുമ്പോ, ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിച്ചത്, വെറും കൈയാണല്ലോ. ഇത് കേട്ട ഭാമയാണെങ്കില്
കയ്യില് അർച്ചനയുണ്ടല്ലോ എന്ന്. അതല്ല, കൈകളില് വളയൊന്നും ഇട്ടിട്ടില്ലല്ലോ. അത് വള എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര കുറച്ചു നേരം ഉരുണ്ട് കളിക്കുന്നുണ്ടേ. എന്ത് പറ്റി ചന്ദ്ര, വീട്ടില് എന്തെങ്കിലും പണത്തിന്റെ ആവശ്യമുണ്ടോ? റൂം കിട്ടണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അതിനു വേണ്ടിയിട്ട് പണയം വെക്കോ മറ്റോ ചെയ്തോ? പണം എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രയ്ക്ക് എന്റെ അടുത്ത് ചോദിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ, അങ്ങനെയൊന്നും ഇല്ല മഹിമേ, എന്തിനാണ് എന്റെ അടുത്ത് മറിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണ് അമ്പലത്തിലേക്ക് വന്ന സമയത്ത് കൈകളിൽ വളയൊന്നും ഇടാതെ സ്വർണ്ണൊന്നും ഇടാതെ വന്നിരിക്കുന്നത്? അത് എന്റെ ആഭരണങ്ങളൊക്കെ. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പറ ചന്ദ്ര എന്ന് വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നതിന്റെ ഇടയ്ക്ക് ഭാമ പറയുന്നുണ്ട്, അല്ല ആലോചിച്ച് പറയണല്ലോ. എന്താലോചിച്ച് പറയണമെന്ന്? കൈകളിൽ സ്വർണ്ണൊന്നും ഇല്ലാത്തത് ഞങ്ങൾ ഇപ്പോഴല്ലേ കണ്ടത്, അത് എന്താണെന്ന കാര്യം ചിന്തിക്കണ്ടേ? ചന്ദ്രയെ വേഗം നീ ആലോചിച്ച് പറ എന്ന് ഭാമ ചന്ദ്രയുടെ അടുത്ത് പറയുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഭാമയെ നോക്കി പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, രാവിലെ എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഞാന് വളകളെല്ലാം ഊരി വെച്ചു, പിന്നെ എടുത്തിടാൻ വിട്ടുപോയി. അപ്പൊ ചന്ദ്രയ്ക്ക് മറവി രോഗം ഉണ്ടോന്ന് ചോദിക്കാണേ കളിയാക്കിക്കൊണ്ട് മഹിമ. അതെ എന്ന് ഭാമയുടെ വായിൽ നിന്ന് വീണു പോവാണേ. അതൊന്നുമില്ല മഹിമേ, ഇന്ന് ഞാൻ എന്തോ മറന്നുപോയി, അല്ലെങ്കിലും വയസ്സായിട്ട് വരുവാണല്ലോ, അങ്ങനെയായിരിക്കും മഹിമ കളിയാക്കി പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. അതിന് മാത്രം മഹിമ എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല എന്ന് പറയുകയാണേ ചന്ദ്ര. അല്ലെങ്കിലും നമ്മുടെ മനസ്സ് അങ്ങനെ പറയുള്ളൂ, പക്ഷെ അതാണല്ലോ സത്യം. അങ്ങനെയാണെങ്കിൽ മഹിമ നിനക്കും വയസ്സായില്ലേ? ചന്ദ്രെ, നിന്റെ വീട്ടിലേക്ക് 3 മരുമക്കൾ കയറി വന്നില്ലേ? എനിക്കാണെങ്കിൽ ഒരു പെൺകുട്ടിയാണ്, അവള് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ മരുമകളാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രയേക്കാൾ വയസ്സ് കുറവാണ് എനിക്ക്. ഇനി ചന്ദ്ര വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞോളൂ. ഒരു പ്രശ്നമില്ലെന്ന് ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി സ്വർണ്ണം ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്റെ മകളുടെ അമ്മായിമ്മ ഇങ്ങനെ സ്വർണ്ണം ഇടാണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് നാണക്കേടാണ്. ഇത് കേട്ട ചന്ദ്ര ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോഴേക്കും ചന്ദ്ര ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഹിമ തൊഴാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്കും അതുപോലെ ചന്ദ്രമതിയും ഭാമയും കൂടി ചേർന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ മഹിമ പറഞ്ഞതും അതുപോലെ മഹിമയുടെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവരുടെ മകൾക്ക് പണത്തിന്റെ അഹങ്കാരമുണ്ട്, അതിനേക്കാളും അഹങ്കാരമാണ് ഈ തളയ്ക്ക്. പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് വയസ്സായെന്ന്. അല്ലെങ്കിലും ചന്ദ്ര സത്യല്ലേ എന്ന് വെച്ചാൽ അവക്ക് 16 വയസ്സല്ലേ? ഞാൻ സ്വർണ്ണം ഇട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ഗൗരവ കുറച്ചിലാണത്രേ. ഇവരുടെ മുമ്പിലൊക്കെ ഞാൻ നാണം കെട്ടുപോയി. ശ്രുതി സ്വർണ്ണെല്ലാം കൊണ്ടു തന്ന സമയത്ത് നിനക്കത് മേടിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രേ. നീ ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട് ഭാമയെ കുറ്റപ്പെടുത്തുവാണ് ചന്ദ്ര. ഞാനോ എന്ന ഭാമയുടെ ചോദ്യത്തിന് അതെ, ഞാന് റൂം അടച്ചിട്ട് അങ്ങ് ഉള്ളിൽ ഇരുന്നോളായിരുന്നു, നീയാണ് വന്നിട്ട് കൈ പിടിച്ചിട്ട് എന്നെ പുറത്തേക്ക് തള്ളി കൊണ്ടുവന്നത്. അവരൊന്ന് പറഞ്ഞ് ഞാനൊന്ന് പറഞ്ഞ് അവസാനം കയ്യിലെ വളകളെല്ലാം എടുത്തെറിയേണ്ട അവസ്ഥയായി. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഞാനാണ് എല്ലാത്തിനും കാരണം എന്നല്ലേ? നിനക്ക് രാവിലെ തന്നെ ഫോൺ വന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് അറിയാതെ ഓടിപ്പിടച്ച് ഭക്ഷണം പോലും കഴിക്കാണ്ട് വന്ന് അവസാനം എല്ലാം എന്റെ തലയിൽ തന്നെ കൊണ്ടുപോയിട്ടോ. നിനക്ക് നടക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും ചന്ദ്രൻ മറ്റാരും അല്ല കാരണം. നിന്റെ സമയദോഷ എന്നൊക്കെ പറയുമ്പോഴേക്കും ഉടനെ തന്നെ നീ ജോത്സ്യക്കാരിയൊന്നും ആവണ്ട വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ കൂട്ടിക്കൊണ്ടുപോവാണേ. തുടർന്ന് രവി എവിടെയോ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അച്ഛൻ ഇപ്പോഴാണോ വരുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് രേവതി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അതെ, സച്ചി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ ഉള്ളിൽ തന്നെ ഉണ്ട്. സച്ചിയേട്ടൻ അതാ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് വിളിക്കുകയാണ്. അച്ഛൻ വാക്കിങ്ങിന് പോയിട്ട് വരുവാണോ? ചെന്നിട്ട് രേവതി അച്ഛന് ചായ കൊടുക്കുന്നു പറഞ്ഞത് കേട്ട ഉടനെ തന്നെ രേവതി ആണെങ്കിൽ ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. പോകുന്ന രേവതിയുടെ അടുത്ത് ഇവിടെ വന്നിരിക്കെ സച്ചി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവളെ അടുത്തിരുത്തുന്നുണ്ടേ. ചന്ദ്ര ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അവൾ മാറുന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇപ്പൊ ആ വിശ്വാസം തനിക്ക് പോയെന്നും അവൾ ചെയ്ത തെറ്റ് കാരണം ഞാൻ നിങ്ങൾ രണ്ടുപേരെടുത്തും മാപ്പ് ചോദിക്കുന്നു. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അതിന് അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോ, അല്ല രേവതി, ഈ വീട്ടിലേക്ക് നിന്നെ ഞാനാണ് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇവിടെ വന്നിട്ട് നീ എന്തോരം കാര്യങ്ങൾ അനുഭവിച്ചു. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ചന്ദ്ര ചെയ്ത ഈ പണിക്ക് ഈ വീട്ടിൽ മറ്റെന്തെല്ലാം കാര്യങ്ങൾ നടക്കുമായിരുന്നു. എന്നാ നീയാണെന്നുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് നിന്ന് എല്ലാം സഹിക്കുകയാണ്. അവളും ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ, നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പറ്റുമോ, അതൊക്കെ അവൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനിയും അവൾക്ക് ബോധം വന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും മാപ്പ് ചോദിക്കുകയാണ് രവി. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇരുന്നിരുന്ന് എഴുന്നേക്കാണ്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നു. അച്ഛ, ഞാൻ ഓൾറെഡി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരെടുത്തും മാപ്പ് ചോദിക്കരുത് എന്നുള്ള കാര്യം. ഈ സ്വർണത്തിന്റെ കാര്യം ഇത്രയും വലിയ പ്രശ്നമാവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛ. അത് ശരി തന്നെയാണ് അച്ഛ, സത്യം എന്താന്നുള്ള കാര്യം അറിയണമെന്ന് മാത്രമേ ഞങ്ങളും വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ ഇത്രയും വലിയൊരു പ്രശ്നമാവെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് സങ്കടത്തോടെ രേവതി പറയാണ്. അച്ഛ, ഈ കാര്യത്തിൽ ഒരിക്കലും അമ്മയെ കുറ്റം അറിയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഒരുത്തനുണ്ടല്ലോ ആ ഓടിപ്പോയവൻ, എല്ലാം അവനൊപ്പിച്ച പണിയാണ്. സുധിയെ മാത്രം കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും എന്താടോ കുഴപ്പം? നിന്റെ അമ്മ കൊടുത്ത ഇടമാണ്. അവൻ കരഞ്ഞ് നിലവിളിച്ച് കാണും. ചെറുപ്പം മുതലേ അങ്ങനെയാണല്ലോ. പാവമായിട്ട്
മുഖവും പിടിച്ചിട്ട് പോയി കരഞ്ഞോണ്ട് നിൽക്കും. അമ്മയാണെന്നുണ്ടെങ്കിൽ അവൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. എപ്പോഴും വെച്ചാൽ അത് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ചെന്ന് കണ്ണീരൊഴുകി കാണും. അമ്മയാണെങ്കിൽ സ്വർണ്ണം എടുത്ത് കൊടുത്തിട്ടും ഉണ്ടാകും. ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റാണ്, അവള് എന്ത് ചെയ്ത് അതെല്ലാം ഞാൻ ക്ഷമിക്കും. അച്ഛാ, അമ്മ അവരെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു തെറ്റ് ചെയ്തു. അതിന്റെ പേരിൽ അച്ഛൻ എന്തിനാ അമ്മയുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നത്? രേവതി അമ്മയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ മുഖം അങ്ങ് തിരിച്ചിരിക്കുന്നുണ്ടേ. സച്ചിയാണെങ്കിൽ ചെന്ന് അച്ഛന്റെ അരികിലിരുന്ന്, അതെ അച്ഛാ, ഈ സ്വർണം എങ്ങനെയാണ് കവറിംഗ് ആയി എന്നുള്ള കാര്യം അറിയണമായിരുന്നു, അതറിഞ്ഞു. പിന്നെ പൗഡർ എടുത്തിയാണെന്നുണ്ടെങ്കിൽ പണം തരാന്നുള്ള കാര്യവും പറഞ്ഞു. ഇത് അച്ഛ ഇങ്ങനെ തന്നെ അങ്ങ് വിട്ടൂടെ? തുടർന്ന് രേവതിയും പറയുന്നുണ്ട്, അച്ഛ ഞങ്ങൾക്ക് അങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കൂ. അച്ഛൻ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് എങ്ങനെയാണോ സാധാരണ അതുപോലെ തന്നെ സംസാരിക്കണം. ഇല്ല രേവതി, ഇനി എന്തായാലും അവളെടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. അവൾക്ക് ഞാൻ എത്രയോ അവസരങ്ങൾ കൊടുത്തു, പക്ഷെ അവൾ മാറിയില്ല. ഇനി ഞാനായിട്ട് മാറുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. എന്താ അച്ഛ ഇത്? എല്ലാ കാര്യത്തിലും അച്ഛൻ സമാധാനമായിട്ടിരിക്കണം എന്നുള്ള കാര്യം എപ്പോഴും പറയുന്നതല്ലേ, എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യാണോ? അവരുടെ സംസാരം കേട്ടുകൊണ്ട് ചന്ദ്ര അപ്പോഴേക്കും അവിടെ എത്തുന്നുണ്ടേ. ഞാന് സമാധാനപരമായിട്ട് ആലോചിച്ച് തന്നെയാണ് സച്ചി ഈ കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല. എന്നെ വെറുതെ നിർബന്ധിക്കരുത്. ഇതാണ് എന്റെ തീരുമാനം. അച്ഛ ഒന്ന് പുറത്ത് അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് രേവതി പറയുന്നുണ്ടെങ്കിലും അച്ഛന്റെ മുഖഭാവം അങ്ങ് മാറുവാണ്. അത് കണ്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി വിട്ടേക്ക്, അച്ഛനും ദേഷ്യം കാണുമല്ലോ, എന്തായാലും കുറച്ചു നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചോളും. അമ്മ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കാണുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി, നീ ഇന്ന് എന്താ ഭക്ഷണം ഉണ്ടാക്കിയത്, ദോശയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നൈസായിട്ട് അങ്ങ് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോവാണ്. കാരണം അച്ഛനും അമ്മയും തനിയെ നിൽക്കുന്ന സമയത്ത് സംസാരിച്ചോട്ടെ എന്നുള്ള മട്ടില്, കാരണം അവർ തമ്മിലുള്ള പ്രശ്നം തീരണല്ലോ, അതിന്റെ ഇടയ്ക്ക് നിൽക്കണ്ട എന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടി അങ്ങ് മാറിപ്പോവാണ്. അങ്ങനെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവിക്ക് അരികിലേക്ക് ചെന്നിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ രേവതി, ഞാൻ ടെറസിലേക്ക് പോവാണ്, നീ കോഫി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് പോവാണേ. തുടർന്ന് രേവതി ആണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ചന്ദ്ര അവിടെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഇത് അമ്മ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അമ്മ ഇരുന്നോ, ഇപ്പൊ കൊണ്ടുവരാം. പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ, പൂരി ഉണ്ടാക്കുവാണല്ലേ, എന്തായാലും സന്തോഷത്തിൽ ചെയ്തതായിരിക്കും അല്ലേ? അമ്മ എന്തൊക്കെയായി പറയുന്നത്? നീ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നീ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ രവിയേട്ടൻ ഇപ്പോ എന്റെ അടുത്ത് സംസാരിക്കാതെയായി. ആ സന്തോഷത്തിലാണല്ലേ പൂരിയും അതുപോലെ ബജ്ജിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സന്തോഷത്തിൽ കൊണ്ടാടുന്നത്? അമ്മ എന്തിനാ മനസ്സിൽ ഓരോന്ന് കൽപ്പിക്കുന്നത്? ഇന്നലെ പ്രശ്നമായതുകൊണ്ട് തന്നെ ശരിക്കും ആരും ഒന്നും കഴിച്ചിട്ടില്ല, എല്ലാവരും ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ സന്തോഷമാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് തന്നെയാണ് സച്ചിയേട്ടനും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നടിച്ചിട്ടാണല്ലോ എല്ലാവരും നീ മയക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ചായം ഒരു ദിവസം വെളുക്കുക തന്നെ ചെയ്യുമല്ലോ. അമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മയ്ക്ക് അതൊന്നും മനസ്സിലാവില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അമ്മ എന്നെ ചീത്ത വിളിക്കാനാ പോകുന്നത്. അതുകൊണ്ട് വയറ് നിറയെ കഴിച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചോ. നീ എന്റെ വയറ്റിറച്ചിൽ കൂട്ടൊന്നും വേണ്ട, നീ തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നോ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോവാണേ. തുടർന്ന് ചന്ദ്ര അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രുതിയും കൂടി റെഡി ആയിട്ട് വരുന്നത്. ആന്റി, ഞങ്ങൾ ഇറങ്ങുക എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ശ്രുതി നിങ്ങൾക്കും കൂടി ചേർത്തുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും രേവതി ഞങ്ങൾക്ക് വേണ്ട, കാശ് തരാതെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് തിന്നാ എന്ന് പറഞ്ഞിട്ട് സച്ചി വെറുതെ ഞങ്ങളെ കളിയാക്കും. എന്തിനാ ഞങ്ങൾ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത്? ഈ വീട്ടിൽ സമാധാനത്തോടു കൂടി തിന്നാൻ പോലും പറ്റില്ല. വാ ശ്രുതി നമുക്ക് പോയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ശ്രുതി നിൽക്ക്, പൂരി മസാലയുടെ വാസന നല്ല സൂപ്പർ ആയിട്ടുണ്ട്, അങ്ങനെ മണക്കുന്നുണ്ടെങ്കിൽ കൈ തട്ടിയിട്ട് അങ്ങ് പോര്. രാത്രിയാണെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റിയില്ല, തലയൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോവാന്ന് പറയുമ്പോ അതിന് ശ്രുതി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ചെലവാക്കുന്നത്? സച്ചിയാണെന്നുണ്ടെങ്കിൽ പണം കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. എന്തായാലും അവൻ പണം കിട്ടാതെ വിടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ശ്രുതി, ഞങ്ങള് നിന്റെ പണം അല്ല ചോദിച്ചത്, സ്വർണത്തിന് വേണ്ടിയിട്ട് എടുത്ത ആ പണമാണ്. കേട്ടില്ല അവള് എങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അറിയാവുന്നത് കൊണ്ടാണ് വാ ശ്രുതി നമുക്ക് പോയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വീണ്ടും ശ്രുതി തടഞ്ഞു നിർത്തുവാണേ. നമ്മൾ ശ്രുതി മാസം മാസം പണം കൊടുക്കുന്നില്ലേ, നമുക്കും ഇവിടെ റൈറ്റ്സ് ഉണ്ട്, വാ കഴിച്ചിട്ട് പോകാം. ശരി ആന്റി, വാ നമുക്ക് കഴിക്കാന്ന് പറയുമ്പോ എനിക്ക് വേണ്ട ആന്റി, ഇന്നലെ രാത്രി ആന്റി ഭക്ഷണം കഴിച്ചിട്ടില്ല, മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുമില്ല, അതിനെ കുറിച്ചൊക്കെ ഇവിടെ ആർക്കാ ചിന്തയുള്ളത്? എല്ലാവരും പൂരിയൊക്കെ ഉണ്ടാക്കി മസാലയും കുറുമയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് രേവതി അങ്ങ് കയറി പോകുന്നുണ്ട്. ഒരു കാര്യം വിട്ടേക്ക് ആന്റി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആന്റിയുടെ ശരീരത്തിന് എന്താ സംഭവിക്കാന്ന് അറിയില്ലേ? എന്തായാലും ആന്റി വാ. സുധി, നീ പറയെന്ന് പറയുമ്പോ അമ്മ, ഇത് അമ്മയുടെ വീടാണ്, അമ്മ എന്തിനാ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത്, എനിക്ക് വേണ്ടടാ എന്ന് സുധി അടുത്ത് ചന്ദ്ര പറയുന്നുണ്ട്. ആന്റി വാ ആന്റി, ഞങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണേ. ശരി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര എഴുന്നേൽക്കുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ അങ്ങോട്ട്, ഓ പൂരി മസാല കഴിച്ചിട്ട് ഒരുപാട് നാളായി, എന്തായാലും കഴിക്കാന്ന് പറഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് ഇരിക്കുവാണേ. രവിയും ചെന്ന് ഇരിക്കുന്നുണ്ട് കൈയൊക്കെ കഴുകിയിട്ട്. ചന്ദ്ര വന്നിട്ട് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ രവി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണേ. അച്ഛ എന്താ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് രേവതി ചോദിക്കുമ്പോൾ ഞാന് പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അവിടുന്ന് ചെയ്യുന്നത്. ചന്ദ്രമതിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ചന്ദ്ര അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്
രവി അവിടുന്ന് എഴുന്നേറ്റ് പോയി എന്നുള്ള കാര്യം അത് ശരിക്കും രേവതിന് മുമ്പ് താണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് മുഖത്ത് അടി കിട്ടിയതുപോലെ ഒരു ഫീൽ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ശ്രീകാന്ത് വർഷ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. വർഷയാണെങ്കിൽ വന്ന ഉടനെ തന്നെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇന്ന് ഞങ്ങള് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചതാണ്. അതെന്ത് പറ്റി വർഷേ? അല്ല, ചേച്ചിയുടെ മുഖത്തേക്ക് ഇന്നലെ ആന്റി സ്വർണ്ണം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയല്ലോ, ആ വിഷമത്തില് ചേച്ചി ചിലപ്പം ഫീൽ ചെയ്തിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കാരണത്തൊന്ന് പൊട്ടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി പോയേനെ എന്നുള്ള കാര്യം വർഷ പറയാണേ. ഇത് കേട്ടിട്ട് ആകെ തോലി ഉരിഞ്ഞതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് കേട്ടോ